PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് യൂണിറ്റ് കൺവേർഷൻ ആണ്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ്റെ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈമിൻ്റെ ആണ് കേട്ടോ. സെക്കൻഡിനെ മിനിറ്റിലോട്ടാക്കുന്നത്, മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കുന്നത്, മണിക്കൂറിനെ സെക്കൻഡിലോട്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് ഇന്ന് പഠിച്ചു പോകാം. ടൈമിൻ്റെ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? അതെല്ലാവർക്കും അറിയും അല്ലേ? എത്രയാണ്? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട്. ആ 60 മിനിറ്റിലെ ഓരോ മിനിറ്റിലും 60 സെക്കൻഡ് ഉണ്ടല്ലോ. അപ്പം 60 മിനിറ്റിൽ 60 സെക്കൻഡ് വെച്ച് ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 60 × 60, 6 36 2 0 3600 സെക്കൻഡ് ഉണ്ടാവും. ഓക്കെ, ഈ കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ യൂണിറ്റിനെ വലുതിലോട്ട് മാറ്റണമെങ്കിൽ ഹരിക്കണം. ഒരു വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുണിക്കണം. ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അത് അറിഞ്ഞിട്ടുണ്ടാവും. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇപ്പം തന്നെ പഠിച്ചു വെക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ആ 60 മിനിറ്റിൽ ഓരോ മിനിറ്റിലും 60 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ 60 മിനിറ്റിൽ 60 സെക്കൻഡ് വെച്ച് 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂറിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കാര്യം ഒന്ന് കോൾ ആക്കിയിട്ട് എഴുതി വയ്ക്കുക. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ ഹരിക്കണം, വലിയ യൂണിറ്റിനെ ചെറുതാക്കണമെങ്കിൽ ഗുണിക്കണം. ഈ കാര്യം കൂടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഒരു 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നോക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇത് കഴിയുമ്പോഴേക്കും, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് താറുമായിക്കോളും. ഓക്കെ ആണല്ലോ? അപ്പോൾ സൈഡിൽ അത് അവിടെ കിടന്നോട്ടെ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 35 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, 35 മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? അപ്പോൾ 35 മിനിറ്റ് ആണല്ലേ? മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വലുതാണ്. ഏതിനെ അപേക്ഷിച്ച്? ഇവിടെ സെക്കൻഡിലോട്ടാണല്ലോ നമ്മൾ മാറ്റേണ്ടത് അല്ലേ? അപ്പൊ സെക്കൻഡും മിനിറ്റും വെച്ച് നോക്കുമ്പോൾ വലിയ യൂണിറ്റ് ആണ് മിനിറ്റ്, ചെറിയ യൂണിറ്റ് ആണ് സെക്കൻഡ് അല്ലേ? അപ്പൊ വലുതിനെ
ചെറുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ചെറുതാക്കണമെങ്കിൽ ഗുണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഗുണനമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി. എന്താണ് ഗുണിക്കേണ്ടത്? മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ നോക്കുക. എന്താണ്? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് അല്ലെ? മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 35 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? നമ്മൾ പറഞ്ഞു ഗുണിക്കണം എന്ന് പറഞ്ഞു അല്ലെ? ചെറിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ഗുണിക്കണം. അപ്പോൾ 35 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗുണിച്ചു. എത്ര കൊണ്ട് ഗുണിക്കണം? 60 കൊണ്ട് അല്ലെ? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പോൾ 35 മിനിറ്റ് എന്ന് പറയുന്നത് 35 × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. 35 × 60 എത്രയാണ്? 6×5 30 0 3 ശിഷ്ടം 6 3 18 3 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 21. ഈ ഒരു 0 കൂടി ഉള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2100 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് ചെയ്തത്? 35 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കണം. മിനിറ്റ് സെക്കൻഡ് ആയിട്ട് മാറുന്നു. അതായത് വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? അപ്പൊ നമ്മുടെ റിലേഷൻ നോക്കുക. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 35 മിനിറ്റിനെ 60 സെക്കൻഡിലോട്ട് മാറ്റാൻ 35നെ 60 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ 35നെ 60 കൊണ്ട് ഗുണിച്ചു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 2100 സെക്കൻഡ് എന്ന് കിട്ടി. ഇതൊക്കെ നമ്മൾ ഇവിടെ എഴുതി ഗുണിക്കാണ്ട് ഇവിടെ തന്നെ ഗുണിക്കാൻ നോക്കുക. എങ്ങനെയാണ്? 35നെ 60 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 35നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ ഇവിടെ തന്നെ ഗുണിക്കുക. 5 6 30 ആണ്. 30ന്റെ 0 ഇട്ടു. 3 ശിഷ്ടം ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചു. 6 3 18 ആണ്. 18ഉം ആ ശിഷ്ടം 3ഉം കൂടെ കൂട്ടുമ്പോൾ 21. അപ്പോൾ 210 എന്ന് കിട്ടി. 60ന്റെ ഒരു 0 കൂടെ ചേർത്തപ്പോൾ 2100 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 24 മിനിറ്റും 10 സെക്കൻഡും അത് എത്ര സെക്കൻഡ് ആണ്? 24 മിനിറ്റ് 10 സെക്കൻഡ് ടോട്ടൽ എത്ര സെക്കൻഡിലോട്ട് മാറ്റണം? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 10 സെക്കൻഡ് എന്ന് പറയുന്നത് അവിടെ നിന്നോട്ടെ. അത് സെക്കൻഡിലായതുകൊണ്ട് അത് അവിടെ കിടന്നോട്ടെ. 24 മിനിറ്റ് എന്നുള്ളതിനെ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കുവാണ്. അപ്പം നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 24നെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് അല്ലേ? അപ്പം 60 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. 24നെ 60 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 24 മിനിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡായിട്ട് മാറി. ബാക്കി എന്തുകൂടി ഉണ്ട്? പ്ലസ് 10 സെക്കൻഡും കൂടി ഉണ്ട് അല്ലേ? അപ്പോഴാണ് നമുക്ക് മൊത്തമായിട്ട് സെക്കൻഡിൽ കിട്ടുക. അപ്പം 24നെ 60 കൊണ്ട് ഗുണിക്കണം. നേരത്തെ പോലെ എന്ത് ചെയ്താൽ മതി? 0 ഇട്ടിട്ട് 24 × 6 ചെയ്തിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പം 4 6 24ന് 4. ബാക്കി 2 ശിഷ്ടമുണ്ട്. 2 6 18 2 6 12. 12ഉം ശിഷ്ടം എത്രയാണ്? 2. അപ്പോൾ 12ഉം 2ഉം 14. 144ഉം ഈ 60ന്റെ ഒരു 0 കൂടെ ചേരുമ്പോൾ 1440. പ്ലസ് എന്തും കൂടി ഉണ്ട്. ഇവിടെ 10 സെക്കൻഡ് ഓൾറെഡി സെക്കൻഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ 10 സെക്കൻഡും കൂടെ കൂട്ടുമ്പോൾ 1440ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 1450 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ആദ്യത്തേത് നമുക്ക് മിനിറ്റും സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 35നെ 60 കൊണ്ട് ഗുണിച്ചു അല്ലെ? വലുതിനെ ചെറിയ യൂണിറ്റ് ആക്കുന്നതുകൊണ്ട് നമ്മൾ 60 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 24 മിനിറ്റും 10 സെക്കൻഡും കൂടിയിട്ടാണ് തന്നിട്ടുള്ളത്. അതിന് മൊത്തം സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പം 24നെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റാൻ 24നെ 60 കൊണ്ട് ഗുണിച്ചപ്പോൾ 1440 കിട്ടി. ഇവിടെ 10 സെക്കൻഡ് ഓൾറെഡി അവിടെ ഉണ്ട്. ആ 10 സെക്കൻഡും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1450 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പം മിനിറ്റ് തന്നാൽ സെക്കൻഡിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? മിനിറ്റ് എത്രയാണോ തന്നിട്ടുള്ളത് അതിന് 60 കൊണ്ട് ഗുണിച്ചാൽ സെക്കൻഡിലോട്ടായി. ഇനി എക്സ്ട്രാ വല്ല സെക്കൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പം മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് പഠിച്ചു അല്ലേ? ഇനി തിരിച്ചുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്തത് നോക്കുക. 600 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് മിനിറ്റായി മാറുകയാണ്. അതായത് ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആയിട്ടാണ് മാറുന്നത്. സെക്കൻഡും മിനിറ്റും വെച്ച് നോക്കുമ്പോൾ സെക്കൻഡാണ് ചെറുത്, മിനിറ്റ് വലുതാണ്. അപ്പോൾ ചെറിയ യൂണിറ്റിനെ വലുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 600നെ എത്ര കൊണ്ട് ഹരിക്കണം?
60 കൊണ്ട് തന്നെ. കാരണം എന്താണ്, സെക്കൻഡ് മിനിറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ ആ 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹരിക്കണം. ഓക്കെ, വലിയ യൂണിറ്റ് ആക്കുന്നത് കൊണ്ട് ഹരിക്കണം. അപ്പൊ 600നെ 60 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താവും, സീറോയും കട്ടായി പോയി. ദെൻ 6ൽ 6 ഒരു പ്രാവശ്യം, ഇവിടെയും ഒരു പ്രാവശ്യം. ബാക്കി എന്താണുള്ളത്, 10. അപ്പൊ 10 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ 600 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ്, 10 മിനിറ്റ് ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ യൂണിറ്റ് ആക്കുമ്പോൾ ഹരിക്കണം. എത്രയാണ് ഹരിക്കേണ്ടത് എന്നറിയാൻ നമുക്ക് ഈ റിലേഷൻ അറിയണം. ഓക്കെ, അടുത്തത് നോക്കുക. 3600 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, 3600 സെക്കൻഡ് എത്ര മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ആണ്, ഇവിടെ മിനിറ്റ് ആണ്. ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കിയിട്ട് മാറ്റുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വലിയ യൂണിറ്റ് ആക്കാൻ ഹരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 3600നെ ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്, സെക്കൻഡ് മിനിറ്റ് തമ്മിലുള്ള റിലേഷൻ, ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. സോ നമ്മൾ 60 കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയും 0 കട്ടായി പോയി. 6ൽ 6 ഒരു പ്രാവശ്യം, 36ൽ 6 എത്ര പ്രാവശ്യം പോകും, 6 പ്രാവശ്യം പോകും. അപ്പൊ 6ഉം ഇവിടെ ഒരു 0, അതായത് 60 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടി. 60 മിനിറ്റ് ആണ് അല്ലെ. 3600 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, 60 മിനിറ്റ് ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് സെക്കൻഡിനെ മിനിറ്റിലോട്ട് മാറ്റുന്നത്. അപ്പൊ ഇവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സെക്കൻഡും മിനിറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് എന്നറിഞ്ഞിരിക്കുക. ചെറിയ യൂണിറ്റിനെ വലുതിലോട്ട് മാറ്റുമ്പോൾ ഹരിക്കണം 60 കൊണ്ട്, വലിയ യൂണിറ്റിനെ ചെറുതിലോട്ട് മാറ്റുമ്പോൾ ഗുണിക്കണം. ഓക്കെ, അതുകൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നോക്കുക, 10 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അവറും മിനിറ്റും തമ്മിലാണ് തന്നിട്ടുള്ളത് അല്ലെ, മണിക്കൂറും മിനിറ്റും തമ്മിലാണ്. അപ്പൊ 10 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് എന്ന് പറയുന്ന റിലേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ അവർ എന്ന് പറയുന്നത് വലിയ യൂണിറ്റ് ആണ്. വലുതിനെ ചെറുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. ചെറിയ യൂണിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം, ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പൊ 60 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 10 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, 10നെ 60 കൊണ്ട് ഗുണിക്കണം. 10നെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 60ന്റെ കൂടെ ഒരു 0 ചേർക്കാം, 600 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും അല്ലെ. 10 മണിക്കൂർ എന്ന് പറയുന്നത് 600 മിനിറ്റ് ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ മണിക്കൂറിനെ മിനിറ്റിലോട്ടാക്കാൻ എന്ത് ചെയ്യണം, വലുതിനെ ചെറുതിലോട്ടാണ് മാറ്റുന്നത്. ചെറുതിലോട്ട് മാറ്റാൻ നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പൊ 10 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണെന്ന് കാണാൻ 10നെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അടുത്തത് നോക്കാം. 6 മണിക്കൂറും 25 മിനിറ്റും, 6 മണിക്കൂർ 25 മിനിറ്റ് ടോട്ടൽ എത്ര മിനിറ്റ് ആണ്, മൊത്തം മിനിറ്റിലോട്ട് മാറ്റണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, 25 മിനിറ്റ് എന്നുള്ളത് മിനിറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. 6 മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റണം അല്ലെ. അപ്പോൾ 6 മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റാൻ മണിക്കൂറും ഇവിടെ മിനിറ്റുമാണ്. അപ്പൊ വലുതിനെ ചെറുതിലോട്ട് മാറ്റണം. വലിയ യൂണിറ്റിൽ നിന്നും ചെറിയ യൂണിറ്റിലോട്ട് മാറാൻ നമ്മൾ ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 60 കൊണ്ട് ഗുണിക്കണം. 6 മണിക്കൂറിനെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 6 36, ഈ ഒരു 0 കൂടി ഉണ്ട്, 360. തീർന്നില്ല, 360 മിനിറ്റ് എന്ന് കിട്ടി. ഈ ഒരു 25 മിനിറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 25ഉം കൂടെ ഇതിൻ്റെ കൂടെ ചേരണം. അപ്പോൾ 5 6 2 8 3 അല്ലേ. അപ്പോൾ 385 മിനിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 6 മണിക്കൂർ 25 മിനിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര മിനിറ്റ് ആണ്, 385 മിനിറ്റ് ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട റിലേഷൻ എന്താണ്, മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള റിലേഷൻ. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്. അതുകൊണ്ട് ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം, 60 കൊണ്ട് ഗുണിക്കണം തന്നിട്ടുള്ള മണിക്കൂറിനെ. മിനിറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതുക. മണിക്കൂറിലുള്ളതിനെ മാറ്റിയിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. അപ്പം മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള ബന്ധം കിട്ടി അല്ലേ. ഇനി മണിക്കൂറും സെക്കൻഡും തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ നോക്കുക, 6 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ് എന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ ഇവിടെ മണിക്കൂറും സെക്കൻഡും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് അറിയേണ്ടത്. മണിക്കൂർ സെക്കൻഡ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. ഇതാണ് നമ്മുടെ റിലേഷൻ അല്ലേ? അപ്പം മണിക്കൂറും സെക്കൻഡ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. ഇനി മണിക്കൂറിനെ സെക്കൻഡ് ആക്കാന്ന് പറയുമ്പോൾ വലുതിനെ ചെറുത് അല്ലെ, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. വലിയതിനെ ചെറുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. എത്ര കൊണ്ടാണ്? ഇവിടെ 3600 ആയതുകൊണ്ട് 3600 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 6 മണിക്കൂറിനെ 3600 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി അല്ലെ? അപ്പൊ എങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇങ്ങനെ ഗുണിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. 36ന് 6 കൊണ്ട് ഗുണിച്ചിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ 36ന് 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 6 36ന് 6, ബാലൻസ് 3 ഉണ്ട്. 6 3 18, ബാലൻസ് 3 കൂടെ ചേരുമ്പോൾ 21, ബാക്കി 2 0 ഉള്ളത് ഇട്ട് കൊടുക്കുക. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും സെക്കൻഡാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മണിക്കൂറിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ് എന്നുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മണിക്കൂറിനെ സെക്കൻഡിലോട്ടാണ് മാറ്റുന്നത്, വലുതിന് ചെറുതിലോട്ട് മാറ്റുന്നതുകൊണ്ട് 3600 കൊണ്ട് ഗുണിക്കുക. ഏതിനെ? തന്നിട്ടുള്ള മണിക്കൂറിനെ. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. 4 മണിക്കൂർ 30 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ് ടോട്ടൽ? അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ സെക്കൻഡിനെ അവിടെ തന്നെ നിർത്താം. ഓക്കെ, ഇനി ഇവിടെ മിനിറ്റ് ആണെങ്കിലോ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. 30 സെക്കൻഡ് ആണ് അല്ലേ? അത് നമുക്ക് മാറ്റണ്ട, കാരണം സെക്കൻഡിലോട്ടാണ് മാറ്റുന്നത്. അത് അവിടെ മാറ്റേണ്ട കാര്യമില്ല, അത് അവിടെ തന്നെ നിർത്തി. ഇവിടെ 4 മണിക്കൂറാണ് അല്ലേ? അപ്പോൾ അതിനെ മാറ്റണം. 4നെ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കൂറിനെ സെക്കൻഡിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? മണിക്കൂർ സെക്കൻഡ് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. സോ 3600 കൊണ്ട് നമ്മൾ ഗുണിക്കണം. ഓക്കെ ആണല്ലോ? ഗുണിച്ചു കഴിഞ്ഞ് തീരുമോ? ഇല്ല, ഈ 30ഉം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ആദ്യം ഗുണിക്കാം. 36 കൊണ്ട് 4നെ ഗുണിച്ചിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4 6 എത്രയാണ്? 24ന് 4, 2 ശിഷ്ടമുണ്ട്. 4 3 12, 12ഉം 2ഉം കൂടെ ചേരുമ്പോൾ 14. ഓക്കെ, തീർന്നില്ല. ഇവിടെ 2 0 ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. പ്ലസ് എന്തും കൂടെ ചെയ്യണം? ഈ 30ഉം കൂടെ കൂട്ടണം. ഓക്കെ, അപ്പോൾ 0 3 4 4 1 ഇത്രയും സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ തന്നിട്ടുള്ളത് മണിക്കൂറും സെക്കൻഡും തമ്മിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ടാക്കാൻ ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? തന്നിരിക്കുന്ന മണിക്കൂറിനെ സെക്കൻഡ് കൊണ്ട്, അതായത് 3600 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഇതും ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തതൊന്ന് നോക്കാം. അടുത്തത് നോക്കുക. 8 മണിക്കൂർ 4 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? അപ്പോൾ നിങ്ങൾ ഇവിടെ മിനിറ്റ് വന്നാൽ അതിനെ എങ്ങനെ സെക്കൻഡ് ആക്കിയിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഡൗട്ട് വരണ്ടാന്ന് വെച്ചിട്ട് അതൊരെണ്ണം ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കുക, എളുപ്പമാണ്. മണിക്കൂറിനെ സെക്കൻഡിലോട്ട് മാറ്റുക, മിനിറ്റിനെയും സെക്കൻഡിലോട്ട് മാറ്റുക, എന്നിട്ട് അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് മണിക്കൂർ ചെയ്യാം. മണിക്കൂറിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ നമുക്കറിയാം. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. അപ്പോൾ 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ 8നെ 3600 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ 8നെ ഇങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഇത് ഗുണിക്കുക, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 6 48ന് 8, 4 ശിഷ്ടമുണ്ട്. 8 3 24, 24 4 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 28 എന്ന് വന്നു. 2 0 ഉള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? 8 മണിക്കൂറിന് സെക്കൻഡിലോട്ട് മാറ്റിയത്. ഓക്കെ, തീർന്നില്ല. പ്ലസ് എന്തും കൂടെ ചെയ്യണം? 4 മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം. ഇവിടെ മിനിറ്റിലല്ലേ കിടക്കുന്നത്, അതും സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 4 മിനിറ്റിനെ ഇവിടെ ചെയ്യാം. 4 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 4 മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം. മിനിറ്റിനെ സെക്കൻഡിലോട്ടാണ് മാറ്റുന്നത്, അതായത് വലുതിനെ ചെറുതിലോട്ടാണ് മാറ്റുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഇവിടെ മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പം 4നെ എത്ര കൊണ്ട് ഗുണിക്കണം? 60 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഓക്കെ, അത് തെറ്റിപ്പോവാൻ പാടില്ല. മണിക്കൂറും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ ഒരു മണിക്കൂർ 3600 സെക്കൻഡ് ആയതുകൊണ്ട് 8ന് 3600 കൊണ്ട് ഗുണിച്ചിട്ട് നമ്മൾ 8 മണിക്കൂറിനെ സെക്കൻഡിലോട്ട് മാറ്റി. ഇവിടെ 4 മിനിറ്റിനെ സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പോൾ 4 മിനിറ്റ് എന്ന് പറയുന്നത് 4 × 60 ആണ്. അപ്പോൾ 4 × 60 എന്ന് പറയുമ്പോൾ 4 6 24, ഒരു 0, അപ്പോൾ 240 സെക്കൻഡ് എന്ന് കിട്ടി.
അപ്പം 4 മിനിറ്റ് എന്ന് പറയുന്നത് 240 സെക്കൻഡാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ആ 240 ഇവിടെ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി 0. ഇവിടെ 4, 8 2 10 0, 1 ശിഷ്ടം 8 1 9 2. ഇത്രയും സെക്കൻഡാണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ആൻസർ 2 9 0 4 0. ഇത്രയും സെക്കൻഡാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പം മണിക്കൂറും മിനിറ്റും തന്നിട്ട് അതിന് സെക്കൻഡിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ആദ്യം മണിക്കൂറിനെ 3600 വെച്ചിട്ട് ഗുണിച്ചിട്ട് സെക്കൻഡിലോട്ട് മാറ്റുക. മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 60 കൊണ്ട് ഗുണിച്ചിട്ട് സെക്കൻഡിലോട്ട് മാറ്റുക. ദെൻ അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പം മണിക്കൂർ തന്നാലും മിനിറ്റ് തന്നാലും സെക്കൻഡിലോട്ട് മാറ്റുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി മണിക്കൂറിലോട്ട് മാറ്റുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 540 മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റണം അല്ലേ. 540 മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ നോക്കുക, മിനിറ്റ് എന്ന് പറയുന്നത് ചെറുതാണ്, അവർ എന്ന് പറയുന്നത് വലുതാണ്. ഇത്രയും നേരം നമ്മൾ വലുതിനെ ചെറുതിലോട്ട് മാറ്റുമ്പോൾ ഗുണിക്കലാണ് പഠിച്ചത് അല്ലേ. ഇവിടെ ചെറുതിനെ വലുതിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഹരിക്കണം. ഓക്കെ, അപ്പം അത് മാറാൻ പാടില്ല. വലുതാകുന്നത് കൊണ്ട് എന്താണ്, ഹരിക്കണം അല്ലെ. ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്. മിനിറ്റും മണിക്കൂറും വെച്ച് നോക്കുമ്പോൾ മണിക്കൂറല്ലേ വലുത്. അപ്പം മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ വലുതിലോട്ട് മാറ്റുന്നത് കൊണ്ട് ഹരിക്കണം. എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടത്? മിനിറ്റും മണിക്കൂറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60. അപ്പോൾ 60 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. ഈ 540നെ 60 കൊണ്ട് ഹരിക്കണം. എന്തുകൊണ്ടാണ് ഹരിച്ചത്? വലിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്. ചെറുതിനെ വലുതാക്കി മാറ്റുമ്പോൾ നമ്മൾ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 540നെ 60 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ 0 0 കട്ടായി പോയി. 6 6 ഒരു പ്രാവശ്യം, 50 6 എത്ര പ്രാവശ്യം പോകും? 9 പ്രാവശ്യം അല്ലേ. അപ്പോൾ 9 മണിക്കൂർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 540 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9 മണിക്കൂറാണ് എന്ന് കിട്ടിയോ? അടുത്തത് നോക്കുക, 4 മണിക്കൂറും 360 മിനിറ്റും ഇതിനെ മണിക്കൂറിലോട്ട് മാറ്റണം. ഓക്കെ, 4 മണിക്കൂറും 360 മിനിറ്റും ഇതിനെ മണിക്കൂറിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 മണിക്കൂർ എന്ന് പറയുന്നത് ഓൾറെഡി മണിക്കൂറിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ മാറ്റമുണ്ടോ? ഇല്ല. 360 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. അതിന് എന്ത് ചെയ്യണം? മണിക്കൂറിലോട്ട് മാറ്റണം. അപ്പം 360നെ മണിക്കൂറിലോട്ട്, അപ്പം മിനിറ്റ് മണിക്കൂർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹരിക്കണം അല്ലേ. വലിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്. അപ്പം 360നെ ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 0 0 കട്ടായി പോയി. 6 6 ഒരു പ്രാവശ്യം, 36 6 6 പ്രാവശ്യം. അപ്പോൾ 6 മണിക്കൂർ എന്ന് കിട്ടി. 360 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. ഇവിടെ എത്രയുണ്ട്? 4 മണിക്കൂർ ഓൾറെഡി ഉണ്ട്. അപ്പം 4 മണിക്കൂറും ഈ 6 മണിക്കൂറും ചേരുമ്പോൾ ടോട്ടൽ എത്രയാണ്? 10 മണിക്കൂർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം എങ്ങനെയാണ് മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റുന്നത് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൈമിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കാനും മണിക്കൂറിനെ മിനിറ്റിലോട്ടാക്കാനും മണിക്കൂറിനെ സെക്കൻഡിലോട്ടാക്കാനും സെക്കൻഡ് തന്നാൽ മണിക്കൂറിലോട്ടാക്കാനും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഈ റിലേഷനാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ്. ദെൻ വലിയ യൂണിറ്റിലോട്ട് മാറ്റാനാണെങ്കിൽ ഹരിക്കണം, ചെറിയ യൂണിറ്റിലോട്ട് മാറ്റാനാണെങ്കിൽ ഗുണിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്റ്റൻസിൻ്റെ പഠിക്കാനുണ്ട്, കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.